നമസ്കാരം. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ, ബി.ജെ.പി. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വിജയിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എനിക്ക് വലിയ രാഷ്ട്രീയമൊന്നും അറിയില്ല. പക്ഷെ പാലക്കാടിന്റെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നിലപാടുകളും പിന്നെ അവിടെ മത്സരിക്കുന്ന വ്യക്തിയുടെ കഴിവും അവരുടെ നിലപാടുകളും ഒക്കെ പരിശോധിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പാലക്കാടിന്റെ ഇത്ര വോട്ട് എന്നുള്ള കണക്കെടുത്തിട്ടൊന്നുമല്ല. ഏതായാലും അവിടെ വിജയ സാധ്യത ബി.ജെ.പിക്കുള്ള ഒരു മണ്ഡലം തന്നെയായിരുന്നു പാലക്കാട് എന്ന് പറയുന്നത്. മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നതോടുകൂടി അവർക്ക് വേണമെങ്കിൽ വിജയിക്കാമായിരുന്നു. കാര്യം ഇപ്പുറത്ത് കോൺഗ്രസിൽ അത്ര തന്നെ പൊതുജന അല്ലെങ്കിൽ പൊതു ഇടത്തിൽ ഇടപെട്ട വലിയ പരിചയമില്ലാത്ത കോൺഗ്രസിന്റെ വേദികളിൽ മാത്രം കണ്ടിട്ടുള്ള പിഷാരടിയാണ് അവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. പിന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രസക്തി അവിടെ ഇല്ല. അവിടെ യു.ഡി.എഫും ബി.ജെ.പിയും കൂടെയാണ് മത്സരം എന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി ഇടതുപക്ഷവും ബി.ജെ.പിയും കൂടെ ഒരു കൂട്ടാച്ചോടം നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യു.ഡി.എഫിന് ഒരു വിജയസാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയായിരുന്നു. അവിടെയാണ് ശോഭാ സുരേന്ദ്രന് ഒരു വിജയസാധ്യത വന്നത്. അതിന് കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പാർട്ടിക്ക് അതീതമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കാൻ വരുമ്പോൾ പാലക്കാട് വിജയസാധ്യത മണത്തിരുന്നു. എന്നാൽ ബി.ജെ.പി. എന്ന് പറയുന്ന ആ പാർട്ടിയിലെ ഒരു അംഗമായി പോയി ശോഭാ സുരേന്ദ്രൻ എന്നതുകൊണ്ട് പാലക്കാട് 8 നിലയിൽ പൊട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. അതിനിടയായിട്ടുള്ള ഒരു കാരണം ഞാനൊന്ന് പറയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടി വോട്ട് ചോദിച്ചുകൊണ്ട് ഒരു ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ ഒരു മെമ്പർ, ഒരു ജനപ്രതിനിധിയാണ്, ബി.ജെ.പിയുടെ ഒരു മെമ്പർ ചാടി വീണ് വഴി തടയുക, ഒരുമാതിരി ധിക്കാരപൂർവ്വം ഗുണ്ടായിസം പോലെ. CPM-ന്റെ ചില പാർട്ടി ഗ്രാമങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ ആർക്കും കൊടി നാട്ടാൻ പറ്റൂല, വേറെ ബൂത്തിലിരിക്കാൻ പറ്റൂല, മറ്റൊന്നും ചെയ്യാൻ പറ്റൂല, ഒരുതരം ഗുണ്ടായിസമാണ്. സമാനമായിട്ട് ഒരു വിവരമില്ലാത്ത ഒരു സ്ത്രീ എടുത്ത് ചാടി എന്തൊക്കെയോ വിവരക്കേട് പറയുന്നത് കേട്ടു. അതും വെറും ഒരു സ്ത്രീയല്ല എന്നും അവർ ഒരു ജനപ്രതിനിധിയാണെന്ന് പിന്നീട് വാർത്തകളിൽ കാണുകയും ചെയ്തു. രമേശ് പിഷാരടിയുടെ ഒരു ഇന്റർവ്യൂ തന്നെ പിന്നീട് അത് അങ്ങനെയാണെന്ന് അറിഞ്ഞു. പക്ഷെ അയാൾ കാണിച്ചത് മര്യാദയാണ്. വേണ്ട, ഉഴമ്പ് കൊച്ചേമ്പളി നായിട്ട് ഉടക്കുണ്ടാക്കാൻ വന്നല്ലോ, നമുക്കങ്ങ് മാറിപ്പോകാമെന്ന് കരുതി മാറിപ്പോയി. എന്ത് ചെയ്തിട്ടും ആ സ്ത്രീ നമ്മളെ അങ്ങോട്ട് പോകാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു. ഞാൻ എന്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞു, തൽക്കാലം ഇപ്പൊ നമ്മൾ തിരിച്ച് ഒപ്പം ഒച്ചയെടുക്കലല്ല വേണ്ടത്. ഞാനും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ കാര്യമായിട്ടൊന്നും പറയാത്തത്, ഒന്നാമത് എനിക്കെതിരെ ഒച്ചയെടുത്തോണ്ട് വന്നത് ഒരു സ്ത്രീയാണ്. ഞങ്ങള് പ്രചരണാർത്ഥം പോയി. ഞങ്ങളുടെ പ്രചരണ വണ്ടി ഇത്തിരി വലുതാണല്ലോ, അത് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരിടത്ത് നിർത്തിയപ്പോൾ അവിടെ ഒരു പറ്റം സ്ത്രീകൾ നിൽക്കുന്നുണ്ടായിരുന്നു, കുറെ അമ്മമാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇറങ്ങുകയും അവരടുത്ത് പോയി അവരോട് വർത്താനം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം അതിലൊരു അമ്മ എന്നോട് വീട്ടിലോട്ട് വരുമോന്ന് ചോദിച്ചു, അകത്തോട്ട് വരുമോന്ന് ചോദിച്ചു. ഞാൻ പൊതുവെ നമുക്ക് ഈ പരിമിതമായ സമയമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഒരുപാട് വീടുകളിൽ പോകുന്നില്ല. കാരണം ഒരു വീട്ടിൽ പോയാൽ തൊട്ടടുത്ത വീട്ടിൽ പോയില്ല എന്നുള്ള പരാതി വരുത്തണ്ടല്ലോ. അതുകൊണ്ട് വീടുകൾ പോക്ക് കുറവായിട്ട് ഞാൻ പറഞ്ഞു, വീട്ടിൽ ഞാൻ മറ്റൊരു അവസരത്തിൽ വരാമെന്ന് പറഞ്ഞു. അതിന്റെ തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്, എന്നാൽ അവിടെ വന്നൊന്ന് തൊഴുതിട്ട് പൊക്കോളൂ എന്ന് എന്നോട് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ നടക്കാന്ന് പറഞ്ഞു. പ്രചരണാർത്ഥം അല്ല കേട്ടോ, ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. വടക്കന്തറ അമ്പലത്തിന്റെ പുറകില് മനക്കൽ തൊടിയോ അങ്ങനെ എന്താണ് ഈ സ്ഥലത്തിന്റെ പേര്. ഞങ്ങളിങ്ങനെ നടന്നങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഇളം നീല ചുരിദാറിട്ടൊരു സ്ത്രീ മുന്നിലേക്ക് വന്നു. ഞാൻ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരുമ്പോൾ എപ്പോഴും പരിചയപ്പെടാനൊക്കെയുള്ള വിചാരത്തിലാണ് ഞാൻ. ഇവർ വരികയും വല്ലാതെ ഒച്ചയെടുക്കുകയും ഇതിലെ നിങ്ങൾ ആരെയും കയറ്റി വിടില്ല, കടത്താൻ പറ്റില്ല, നിങ്ങൾ ഇതിലെ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നു. അപ്പോഴേക്കും എന്റെ കൂടെ ഉണ്ടായിരുന്നവര്, ഇത് നിങ്ങൾക്ക് ഉള്ള സ്ഥലമല്ലല്ലോ, നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവര് തമ്മിൽ ഒരു ചെറിയ തർക്കമുണ്ട്. എന്ത് ചെയ്തിട്ടും ആ സ്ത്രീ നമ്മളെ അങ്ങോട്ട് പോകാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു. ഞാൻ എന്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞു, തൽക്കാലം ഇപ്പൊ നമ്മൾ തിരിച്ച് ഒപ്പം ഒച്ചയെടുക്കലല്ല വേണ്ടത്. ഞാനും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ കാര്യമായിട്ടൊന്നും പറയാത്തത്, ഒന്നാമത് എനിക്കെതിരെ ഒച്ചയെടുത്തോണ്ട് വന്നത് ഒരു സ്ത്രീയാണ്. ഞാൻ എന്തെങ്കിലും എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ സ്ത്രീ വിരുദ്ധതയായി എന്നെ വല്ല ഭേദ്യം ചെയ്യാൻ വന്ന് ഞാൻ വല്ല തൊട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടു എന്നായി. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൈ പുറകെ കെട്ടി ആദ്യം നിന്നു. അത് നിന്ന ശേഷം വല്ലാതെ ഒച്ചയെടുക്കുന്നു, ഇവിടെ ഇവര് വരാൻ പാടില്ല, ഇവിടെ പ്രചരണത്തിന് വരാൻ പാടില്ല. അപ്പൊ ഇവര് ആ ഒരു അമ്മ ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ ഭാര്യയാണ്. ഒരു ആ വീഡിയോ കാണുന്നൊരു ഡാർക്ക് ബ്ലൂ സാരി എടുത്തൊരു അമ്മ. ആ അമ്മ, നിന്നെ ഞാൻ എന്റെ വീട്ടിലേക്കാണ് വിളിച്ചത്, ഈ റോഡ് ഇവരുടെ അല്ല, അതുകൊണ്ട് നീ ദയവ് ചെയ്ത് എന്റെ കൂട്ടത്തിൽ വാ, എന്റെ വീട്ടിലോട്ട് വാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നം വേണ്ട. കാരണം രാഷ്ട്രീയത്തിൽ ബലാബലം പരീക്ഷിക്കേണ്ടത് ഇത്തരത്തിലല്ല. രാഷ്ട്രീയത്തിൽ ബലാബലം പരീക്ഷിക്കേണ്ടത് ആശയങ്ങൾ കൊണ്ടാണ്. നോക്കൂ, പാലക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഭൂരിപക്ഷം സ്ഥലങ്ങളും UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എല്ലായിടങ്ങളിലും ബി.ജെ.പി. ഉൾപ്പെടെയുള്ള മറ്റെല്ലാ പാർട്ടികളും സധൈര്യം സുഖമായി പ്രചരണം നടത്തുന്നുണ്ട്. ഒരു ചെറിയ സ്ഥലത്ത് ശക്തിയുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടെ ബാക്കിയുള്ള പാർട്ടികൾ പ്രചരണത്തിന് വരരുത്, അവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എത്ര ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്, എത്ര സങ്കുചിതമായ മനസ്സായിട്ടാണ് അവരവിടെ നിൽക്കുന്നത് എന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും
വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് എന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ, അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരുന്ന എന്നെ തടഞ്ഞു നിർത്തി ഒച്ചയെടുത്ത് ഇതിലെ പോകാൻ പാടില്ലെന്ന് പറയുന്നു, വരാൻ പാടില്ലെന്ന് പറയുന്നു. തിരിച്ച് ഞാൻ പറഞ്ഞതുപോലെ തടയാൻ നിന്നാൽ ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് പോകും. കോൺഗ്രസ് പാർട്ടിക്ക്, ഇവിടുത്തെ UDF-ന് വേണമെങ്കിൽ അവിടുന്ന് അങ്ങറ്റം വരെ പോയി നടന്നിട്ട് തിരിച്ചു വരാനുള്ള സംഘടനാശേഷിയും ശക്തിയും ഒക്കെ ഉണ്ട്. അതില്ലാത്തവരല്ല. പക്ഷെ ഞാൻ അതിനെ അവരുടെ ഒരു വലിയ ധൈര്യമായിട്ട് കാണുന്നില്ല. അവരുടെ ഒരു സങ്കുചിതമായ മനസ്സായിട്ടോ അറിവില്ലായ്മയായിട്ടോ തൽക്കാലം കാണാനായിട്ട് ഉദ്ദേശിക്കുന്നു. രണ്ടായാലും വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് നടന്നത്. ബിജെപിയുടെ നഗരസഭ കൗൺസിലർ ഉൾപ്പെടെയാണോ തടഞ്ഞത്? എനിക്ക് ഇവരെ വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ അറിഞ്ഞത് കൗൺസിലർ ആണെന്നാണ് അറിഞ്ഞത്. ഇതിലിപ്പോ 2016 ഷാഫി പറമ്പിലിനെ അവിടെ തടഞ്ഞിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് അവിടെ ബൂത്തിൽ ആളിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത്. അതായത് കോൺഗ്രസിനും LDF-നും അടക്കം കോൺഗ്രസിനും LDF-നും ബൂത്തിലിരിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. നോക്കൂ, അത് ഞാനൊരിക്കൽ പണ്ട് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ട്. 50 വർഷമാണ് ഉമ്മൻചാണ്ടി സാർ ഒരു മണ്ഡലം ഭരിച്ചത്. അതിന് ഇപ്പോഴും പാർട്ടി ഗ്രാമം, കോൺഗ്രസിന്റെ പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞൊരു ഗ്രാമം കേരളത്തിൽ ഇല്ല. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വരാം, ഏത് പാർട്ടിക്കും അവിടെ പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെയാണല്ലോ ഒരു ജനാധിപത്യ രീതിയിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഏറ്റവും സങ്കടം, ഞാൻ അത്ര തീക്ഷ്ണമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പോയതോ അങ്ങനെയൊന്നും വന്നിട്ടുള്ള ഒരാളല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞു, ഒരു ഫെയർ പൊളിറ്റിക്സിൽ നിൽക്കണം, ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ പോകണമെന്ന് ഉദ്ദേശിച്ച് തന്നെ പോവുകയും പ്രചരണ വണ്ടി മാറ്റിയിട്ട ശേഷം ഒരമ്മ അവിടെ വീട്ടിൽ പോകാൻ പറ്റുമെന്ന് ഇപ്പൊ അപ്പുറത്തൊരു അമ്പലത്തിലേക്ക് പോകുന്ന പറഞ്ഞൊരു പൊതുവഴിയിലൂടെ നടക്കുമ്പോഴാണ് ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്ന് നിൽക്കുന്നത്. ഇല്ല, വണ്ടി പോകുന്നൊരു വഴി ആയിരുന്നില്ല. എന്റെ വണ്ടി വളക്കിയായിരുന്നു. അപ്പം അത് ഈ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് വണ്ടിയുടെ താക്കോൽ അവര് അഴിച്ചു മാറ്റും, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഇല്ല, ഞങ്ങൾ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാനപ്പോ വണ്ടി ഇത്തിരി ദൂരെയായിരുന്നു. ഞങ്ങൾ അവരുടെ ആ അമ്മ വിളിച്ചിട്ട്, കാരണം എനിക്ക് അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. എന്നെ അവിടെ ഉള്ളൊരു അമ്മ നിർബന്ധിച്ച് വിളിച്ചതാണ്, മോനെ എന്റെ വീട്ടിൽ. ഞാൻ ഇപ്പൊ കഴിഞ്ഞുള്ളൂ, ഇത് ഒരു അല്പസമയം മുമ്പ് നടന്നത്. മറ്റൊന്നും ഞാൻ അറിയുവോ, ഞാൻ അങ്ങനെ ഈ മണ്ഡലത്തിൽ അത്തരത്തിലൊരു എന്താ പറയുന്നത്, ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടായിക്കൊണ്ട് ആളുകളുടെ ജനജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം ഇല്ല. പക്ഷേ വളരെ വിഷമം തോന്നിയ, എനിക്ക് ഒരു ദുരനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും ദിവസം ഇവിടെ നടക്കുമ്പോഴും കിട്ടിയെടുത്തതിൽ നിന്നുള്ളതിനേക്കാളൊക്കെ വിഷമം തോന്നിയൊരു വലിയ അനുഭവമായി പോയത്. അവരൊരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു മെമ്പറാണ്. അവര് ഭരണഘടന അറിയാത്തത് കൊണ്ടാണോ, ജനാധിപത്യം എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണോ, നമ്മളൊരു പൊതുസ്ഥലത്തുകൂടെ നടക്കുമ്പോൾ നമ്മളോട് വന്നിട്ട് ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇതിൽ നടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നുള്ളത് അവരുടെ തന്നെ പറയട്ടെ. അവരുടെ ആവശ്യം അവിടെ വന്ന് വോട്ട് ചോദിക്കരുതെന്നാണോ? അതായിരിക്കും വോട്ട് ചോദിക്കാൻ പോയെന്ന് ഓർത്തിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ എന്തുമാത്രം ധൈര്യമില്ലാതെയാണ് അവിടെ പോയി വോട്ട് ചോദിച്ചാൽ പറയുന്ന വോട്ടാണ് അവിടെ എന്നുള്ളതായിരിക്കും അവർ വിചാരിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ടായിരിക്കും BJP ക്യാമ്പ് പറയുന്നത് കോൺഗ്രസുകാരെല്ലാം പെണ്ണുപിടിയന്മാരാണ്, അതുകൊണ്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ സംരക്ഷണാർത്ഥം തടഞ്ഞതാണെന്നുള്ളതാണ്. നല്ല മറുപടിയാണ്. അവരുടെ ക്യാമ്പ് വളരെ വിശ്വസനീയമായ നല്ല ഒരു മറുപടിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് ജനങ്ങളും വിലയിരുത്തട്ടെ, അതിനൊന്നും ഞാൻ വിലയിരുത്തുന്നില്ല. ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് സ്ത്രീ വിരുദ്ധ പരാമർശം ഷാഫി നടത്തിയോണ്ടാണ് തടഞ്ഞതെന്നാണ്. ഏതാ സ്ത്രീ വിരുദ്ധ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിൽ എന്തോ സ്ത്രീ വിരുദ്ധത ഉണ്ടെന്ന് പറയുന്നു. കണ്ടുപിടിക്കട്ടെ, അങ്ങനെ കണ്ടുപിടിക്കുക. ഇനി പലതും പറയുമായിരിക്കും. ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയ ദിവസം മുതൽ എനിക്ക് ഇവർ ആദ്യം എന്നെ അത്ര കാര്യമായിട്ട് കണക്കാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. രണ്ടാമത്തെ ദിവസം മുതൽ പലതരത്തിൽപ്പെട്ട കാര്യങ്ങളാണ് എന്നെ പറ്റി പറഞ്ഞുകൊണ്ട്. രഞ്ജിത്ത് സാറിനൊക്കെ വിഷയത്തിൽ ഞാൻ എന്ത് സ്ത്രീവിരുദ്ധയാണ് പറഞ്ഞത്. നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പോലീസ് കാര്യങ്ങൾ നോക്കൂ എന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവസാന ലാപ്പിലെത്തിയപ്പോ അവർ ഭീതി കൊണ്ട് ചെയ്യാണോ? അതൊക്കെ അവർ പറയേണ്ട ഉത്തരമാണ്. ഞാനുണ്ടായ സംഭവം എന്താണെന്ന് ചോദിച്ചത്, അവരെന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് അവർ പറയേണ്ട ഉത്തരമാണ്. എനിക്ക് അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് അറിയില്ല. സ്ഥാനാർത്ഥി പോയിട്ട് സാധാരണക്കാരനെ തന്നെ ഇങ്ങനെ തടയുന്നത് തെറ്റല്ലേ? 100% തെറ്റല്ലേ. സ്ഥാനാർത്ഥി വിട്ടോ ഞാൻ പ്രചരണത്തിന് പോകായിരുന്നില്ല അവിടെ. സാർ, അങ്ങനെ ഒരാൾ വഴി നടക്കുമ്പം ഒരു സ്ത്രീ വന്ന് തടഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ ഏരിയയാണ്, ഞങ്ങളുടെ ഏരിയയിൽ വരരുത് എന്നൊക്കെ പറഞ്ഞ്, ഞാൻ അതാ പറഞ്ഞത്. പാലക്കാടിലെ UDF-ന്റെ എത്ര വാർഡുകളിലൂടെ BJP കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും? എത്ര വാർഡുകളിൽ പോയിട്ടുണ്ടാവും? എത്ര സ്ഥലങ്ങളിൽ പോസ്റ്റർ വെച്ചിട്ടുണ്ടാവും? ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഇത് നമ്മൾ നടക്കരുതെന്ന് പറഞ്ഞ് ഇവിടെ തടഞ്ഞിട്ടുണ്ടോ? അങ്ങനെ തടയാൻ നിന്നാൽ അത് ശരിയല്ല. ഇതൊക്കെ ഒരു ജനാധിപത്യത്തോടും ഭരണഘടനയോടും ഒക്കെ ഉള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ കൈയ്യട്ടി നിൽക്കുകയായിരുന്നു. എന്റെ ചുറ്റും കുറച്ച് അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അവര് തമ്മിലായിരുന്നു തർക്കം. ഞാനുമായിട്ടൊരു നേരിട്ട് തർക്കം ഉണ്ടാകാനുള്ള, ഞാൻ ആദ്യം ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിക്കണം എന്ന് ഓർത്ത് നിന്നെങ്കിലും അതിനു മുമ്പ് തന്നെ ഈ അമ്മയും ആ സ്ത്രീയും തമ്മിൽ നിങ്ങൾക്ക് എഴുതി തന്ന വഴിയല്ലല്ലോ,
ഈ മോൻ എന്റെ വീട്ടിലേക്കാണ് വരുന്നത്, അവനെ ഞാൻ കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് അവര് തമ്മിലായിരുന്നു കൂടുതലും തർക്കം ഉണ്ടായിരുന്നത്. ഞാൻ പിന്നെ സംഭവം അലമ്പാകരുത്, വഷളാകരുതെന്ന് ഓർത്ത് തിരിച്ചു പോരുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് വോട്ട് ചോദിക്കാനുള്ള അവകാശം തടയുക കൂടിയാണല്ലോ. ആ നിലയ്ക്ക് എന്തെങ്കിലും നിയമപരമായ നടപടി സ്വീകരിക്കും? എന്ത് നിയമ നടപടി സ്വീകരിക്കാനാണ് ഇതിനൊക്കെ? പോലീസിൽ പരാതി നൽകേണ്ട ഒരു വിഷയമല്ല. കാരണം ഞാൻ പോലീസിൽ പരാതി നൽകി നടക്കാനുള്ള സ്വാതന്ത്ര്യം മേടിച്ച് അവിടെ പോയി വോട്ട് ചോദിക്കേണ്ട. അവിടെ ഉള്ളവരെല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ, കാണുന്നതൊക്കെ ആയിട്ട്. ജനങ്ങൾ വിലയിരുത്തട്ടെ, അത്ര ഇപ്പൊ പറയാനുള്ളൂ. ഇപ്പോ ഞാൻ പറയുന്നത് രമേശ് പിഷാരടി ജയിക്കാൻ സാധ്യത ഉണ്ടെന്നാണ്. പക്വതയും പാകതയും ഉള്ള ഒരാളാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന പാകതയും പക്വതയും ഉള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നേതാവിനെ കൊണ്ടുവന്ന് വിജയപ്രതീക്ഷയോടെ അവിടെ മത്സരിക്കുമ്പോൾ അവർ പാലക്കാടിന്റെ മണ്ണിലാണ് വിജയിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വിജയിച്ചാൽ പിന്നീട് അവിടെ നടക്കാൻ പോകുന്നത് ബാക്കിയുള്ളവരുടെ നരനായിട്ടായിരിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വിജയിക്കുന്നതിന് മുമ്പ് തന്നെ ശോഭാ സുരേന്ദ്രൻ വിജയിക്കാതിരിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കളി. ഒന്നുകിൽ ബി.ജെ.പിയുടെ ഒരു വിഭാഗം ശോഭ ജയിക്കരുത് എന്ന് കരുതിയിട്ട് അവിടെ നടത്തുന്ന കളി, ആ കളിയായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അഹങ്കാരം, ധിക്കാരം. സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങൾ നടത്തുന്ന പോലെ നമുക്കിവിടെ നടത്താം. ഇവിടെ ബി.ജെ.പിക്കാർ മാത്രമേ ഉള്ളൂ, ഇവിടെ വേറെ ആരെങ്കിലും വോട്ട് ചോദിക്കാൻ വരാൻ പാടില്ല, വേറെ ആൾക്കാർ ഇങ്ങോട്ട് വരാൻ പാടില്ല. അല്ല, എനിക്കറിയാൻ മേലാത്തത് ഈ പാർട്ടി ഗ്രാമങ്ങളിൽ മാത്രമാണ് അവർ ജീവിക്കുന്നത്. ഏതെങ്കിലും കോൺഗ്രസിന്റെ കോട്ടയിൽ ചെന്നിട്ട് അവിടെ സി പി എമ്മിനോ ബി.ജെ.പിക്കോ അവിടെ കൊടി നാട്ടാനോ അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കാനോ മറ്റ് പ്രചരണം നടത്താനോ പറ്റില്ല എന്നുണ്ടോ? അങ്ങനെ ഇവിടെ ഇല്ല. അതാണ് അവരുടെ ഗുണമെന്ന് പറയുന്നത്. ഇന്നലെ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ പിഷാരടി പാലക്കാട് ജയിക്കാൻ യോഗ്യനായി മാറി. അതിനുള്ള അവസരം ബി.ജെ.പിക്കാർ തന്നെ ഉണ്ടായിക്കൊടുത്തു. ബി.ജെ.പിയുടെ ഒരു ജനപ്രതിനിധി തന്നെ ഇത്തരത്തിൽ ധിക്കാരപരമായ നിലപാടെടുത്തതോടുകൂടി ഇവരൊക്കെ ജയിപ്പിച്ചു വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ കണ്ടു. ബി.ജെ.പിക്കാരല്ലാത്ത ആരും ഇവിടെ ജീവിക്കേണ്ട, ബാക്കിയുള്ളവരൊക്കെ നാട് വിട്ടോണം എന്നതാണ് അവരുടെ നിലപാട് എന്നതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങൾ ഇവിടെ ജീവിക്കുന്നെങ്കിൽ ബി.ജെ.പിക്കാരായിട്ട് ജീവിക്കുക, ബി.ജെ.പിക്കാരല്ലാത്ത ഒരാളും ഞങ്ങളുടെ നാട്ടിലേക്ക് കയറി വരാൻ വേണ്ട, ഇവിടെ മിണ്ടേ വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ആലോചിക്കുന്നത് കേരളത്തിൽ ബി.ജെ.പിക്ക് ഭരണം കൊടുത്താലുള്ള അവസ്ഥയാണ്. ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ബി.ജെ.പിയുടെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് അണികളെ അല്ലെങ്കിൽ അവരുടെ ജനപ്രതിനിധികളെ തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കാൻ പോണ ചോദ്യമാണ് നേതൃത്വത്തോട് ഞാൻ അങ്ങോട്ടിടുന്നത്. അതായത് ഈ പറഞ്ഞത് പാലക്കാടിന്റെ മണ്ണിൽ രമേശ് പിഷാരടിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ഒരു സ്ത്രീ എടുത്ത് ചാടിയിട്ടുള്ള ഇവിടെ വരാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല എന്ന തീട്ടൂരമുണ്ടല്ലോ, ഈ തീട്ടൂരം കേരളത്തിൽ നടത്താൻ വേണ്ടിയിട്ടാണോ ഈ 140 മണ്ഡലങ്ങളിൽ ബി.ജെ.പി മത്സരിക്കുന്നത് എന്നൊന്ന് പറയണം. ഇനി എങ്ങാനും കേരളം ഭരിക്കാനുള്ള ഒരു അവസരം ബി.ജെ.പിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ മുഴുവൻ ഞങ്ങളുടെ അടിമകളായിട്ട് നിന്നോണം അല്ലെങ്കിൽ നാട് വിട്ടോണം എന്നൊരു തീട്ടൂരം ഇറക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി മത്സരിക്കുന്നത്? അങ്ങനെയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കേരള നേതൃത്വം അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പാലക്കാടത്തെ ആ വനിതയ്ക്കെതിരെ, നിങ്ങളുടെ ജനപ്രതിനിധിയാണ്, അവർക്കെതിരെ പാർട്ടി നടപടിയെടുക്കണം. ഞാൻ ആലോചിക്കുന്നത് രമേശ് പിഷാരടിയുടെ ഒരു മാനസിക പാകതയാണ്. ഉചിതമായ തീരുമാനം, എവിടെ എന്തെടുക്കണം, മൗനം വിദ്വാന ഭൂഷണം, കൃത്യമായി പെട്ടെന്ന് തീരുമാനമെടുത്തു. അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, നമ്മൾ വെറുതെ അവരോട് തല്ലുകൂടണ്ട, ജനങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നമുക്ക് മടങ്ങിപ്പോകാം, അത് മതി. ഇനി പിന്നീട് വരാൻ പറ്റുമെങ്കിൽ പിന്നീട് വരാം, അത് ആയിക്കോട്ടെ, അവർ തന്നെ അങ്ങ് ജയിച്ചോട്ടെ. ഇപ്പോ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ, ഒരു തീരുമാനമെടുക്കട്ടെ. ഈ ഒരു ഉചിതമായ ഒരു തീരുമാനമെടുക്കൽ രമേശ് പിഷാരടിയെ ഇതുവരെയുള്ള മറ്റ് നേതാക്കളിൽ നിന്നും ഒരു വേറിട്ട ഒരു വ്യക്തിയായി മാറ്റുന്നുണ്ട്. അതായത് പാലക്കാട് രമേശ് പിഷാരടിക്ക് സത്യത്തിൽ ഞാനൊരു വിജയ സാധ്യതയും കണ്ടിരുന്നില്ല. പക്ഷെ ഇന്നലത്തെ ആ പെർഫോമൻസിന് ശേഷം പാലക്കാടിന്റെ വിജയ സാധ്യത എനിക്ക് തോന്നുന്നത് രമേശ് പിഷാരടി തന്നെയായിരിക്കും ജയിക്കുക എന്നുള്ളതാണ്. കാരണം ബി.ജെ.പിയിൽ ജയസാധ്യതയുള്ള, ജയിച്ചാൽ നാടിന് ഗുണമുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. പക്ഷെ അതിനെ തോൽപ്പിച്ച് പെട്ടിയിലാക്കി പറഞ്ഞു വിട്ടാലേ അടങ്ങൂ എന്ന് പാലക്കാട്ടത്തെ ബി.ജെ.പിക്കാർ ശബ്ദം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? Different angles. Don't forget to subscribe and support this channel.